PR വർക്കൊന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ കുറച്ച് കുഞ്ഞു ഫാൻ ഗ്രൂപ്പ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് അനുവിൻ്റെ ഫാൻസ് അതിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. സോ ഇതിലൊരു ഹെവി PR വർക്കൊന്നും ചെയ്തിട്ടില്ല. അത് ആരെങ്കിലും ഇത് PR വർക്കാണെന്ന് കൊണ്ടുവന്നു സമ്മതിക്കും. അത് ചുമ്മാ അതായത് ഇവള് പറയുമ്പോൾ ഒരു കട്ടിക്ക് പറയണമല്ലോ, അതിനു വേണ്ടി പറഞ്ഞു. അല്ലാതെ 50 1 ലക്ഷം എന്നുള്ളത് ബിക്കോസ് നമ്മൾ പൈസയായിട്ടുള്ള ബന്ധമല്ല ശരിക്കും നമ്മളോട് ചെയ്യുന്നത്. പിന്നെ അത് ശരിക്കും അത് പറഞ്ഞതിലൊക്കെ ഒരു സാധനമുള്ളത് അത് അനു വന്നിട്ട് പറയും. അത് അവിടെയുള്ള കുറെ ആൾക്കാരെ റിവീൽ ചെയ്താണ്. അല്ല, ഇത് മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ 2ാമത്തെ ലേഡി വിന്നറാണ്. അപ്പോൾ അതൊരു ചരിത്രമാണ്. എപ്പോഴും ഒരു ആണുങ്ങൾ മാത്രം ജയിക്കുന്ന ഒരു ഷോ ആയിരുന്നു ബിഗ് ബോസിലെ. അതായത് ഒരു ഭയങ്കര മെയിൽ പവർ മെയിൽ ഡോമിനൻസ് ഉള്ള ഒരു ഷോ അല്ലേ ബിഗ് ബോസ്. അവിടെ ഒരു 2ാമത്തെ പെണ്ണാണ് ജയിക്കുന്നത്. സോ അതൊരു ചരിത്രമാണ്. എല്ലാവരും ആ ഹാപ്പിനെസ് ഉള്ളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനീഷും അതേപോലെ നല്ലൊരു ഫൈറ്ററായിരുന്നു. പിന്നെ അനുമോൾക്ക് നല്ലൊരു ഭൂരിപക്ഷം 57% ഉണ്ടെന്ന് അറിഞ്ഞത്. അതായത് റണ്ണറപ്പിനേക്കാൾ 15-16% മുകളിൽ. എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടേണ്ടതാണ്. ഒറ്റ ചോദ്യം, ഇപ്പോൾ അനുമോൾ പറഞ്ഞത് PR ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അനുമോൾ അത് തെറ്റിക്കുന്നില്ല. ഇപ്പൊ വിനു പറയുന്നത് PR ആയിട്ടല്ല വർക്ക് ചെയ്തത്, സുഹൃത്ത്. അതായത് PR ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ ഒരു പുള്ളിങ് അല്ലേ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു ഫിനാൻഷ്യൽ പുള്ളിങ് ഉണ്ടെങ്കിലല്ലേ PR ചെയ്യാൻ പറ്റുള്ളൂ. PR എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് PR മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ മാർക്കറ്റ് ചെയ്യും? പോസിറ്റീവായിട്ട്. അതെങ്ങനാ? സോഷ്യൽ മീഡിയയിലൂടെ. ഏത് സോഷ്യൽ മീഡിയയിലൂടെ? സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമായിട്ട്, ഫേസ്ബുക്കായിട്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കാശ് കൊടുക്കണോ? അല്ല, നിങ്ങൾക്ക് കൂടുതൽ പോസ്റ്റ് ഇടാം, കൂടുതൽ റീൽസ് കട്ട് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമല്ലേ? നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ എന്ത് ഇടണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അതിന് PR എന്നാണ് വിളിക്കുന്നത്? അല്ല, ഒരാളെ പുകഴ്ത്തിക്കൊണ്ട് കാണിക്കുക എന്ന് പറയുന്നതുകൊണ്ടാണ്. ഒരാളെ പുകഴ്ത്തിക്കൊണ്ടല്ല, നമ്മളിവിടെ ഡാമേജ് കൺട്രോളാണ് ചെയ്യുന്നത്. ഒരാൾ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വരുന്ന സ്ത്രീകൾക്കാണ് അല്ലേ? അനുമോൾക്ക് Day 1 തൊട്ട് നിങ്ങൾ സൈബർ അറ്റാക്ക് കാണുന്നതല്ലേ? അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോഴും സൈബർ അറ്റാക്ക് വന്നോണ്ടിരിക്കുന്നത്. തെളിവുണ്ടോ? ഒരു കമന്റിന് കാണിച്ചു തരാൻ പറ്റുമോ? അനുമോളുടെ PR അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു കമന്റെങ്കിലും ഒരാളെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോലെ ചെയ്യാം. അനുമോൾ PR നിങ്ങൾ പറ, എന്ത് PR ആണ് അനുമോൾ ഉദ്ദേശിച്ചത്? അനുമോൾക്ക് PR-നെ പറ്റി കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ കാര്യം, അനുമോൾ PR എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഈ അക്കൗണ്ട് ഹാൻഡ്ലിങ്ങും അല്ലെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നതുമാണ് അനുമോൾ PR എന്ന് വിചാരിച്ചിരിക്കുന്നത്. അതല്ല PR. മനസ്സിലായോ? PR എന്നുള്ളതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. അനുമോൾ PR അറിയാണ്ടാണ് അനുമോൾ ഇത് തന്നേക്കണമെന്നാണ്. PR ഏൽപ്പിച്ചേക്കണമെന്നല്ല. അപ്പൊ ഈ 11,111 രൂപ കൈ നീട്ടം എന്ന രീതിയിൽ ചുമ്മാ അതായത് എന്നെ വിളിച്ചു. ഞാൻ സിനിമയ്ക്ക് PR ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മുൻ ബിഗ് ബോസിൽ PR ചെയ്തിരുന്ന ആളാണ്. അപ്പൊ നമ്മൾ പരിചയമുള്ള ആൾക്കാരോട് പറയൂലേ, ബിഗ് ബോസിൽ നമുക്ക് പോവുകയാണ് ചേട്ടാ, ഇന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഹെൽപ്പിന് പൈസ വാങ്ങുമോ? എനിക്ക് തന്നതാണ്, ഞാൻ ചോദിച്ചിട്ട് വാങ്ങിയതല്ല. എനിക്ക് ആരെങ്കിലും ഞാൻ ചോദിച്ചു വാങ്ങും. എനിക്ക് 11,111 റുപ്പീസ് എനിക്ക് വേണമെന്ന് ചോദിച്ചു വാങ്ങാൻ പറ്റില്ലല്ലോ. അവള് പോകുന്നതിന് മുമ്പ് അവൾ പറഞ്ഞ സത്യമാണ് 77 രൂപയാണ് അവളുടെ ബാങ്ക് ബാലൻസ്. അതിൽ നിന്ന് 11,000 അത് അവൾ ഒരു കൈനീട്ടം പോലെയൊക്കെ തന്നിട്ട് പോയി, ചേട്ടാ എന്തെങ്കിലും ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾക്ക് വാശിയായി. കാരണം എന്താ വെച്ചാൽ ഇത്രയും സൈബർ അറ്റാക്കിങ്ങും ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കൊരു വാശി അനുമോൾ ജയിക്കണമെന്ന്. ആ വാശിപ്പുറത്ത് ഞാൻ ചെയ്തൊരു വർക്കാണിത്. അല്ലാതെ നമ്മൾ ഒരു വലിയൊരു PR വർക്കൊന്നും അനുമോൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല. അനുമോൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി അനുമോൾക്ക് വേണ്ടി എവിടെയൊക്കെ പോസിറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ് ആണ്. പോസിറ്റീവ് കമൻറ്റ്സും കാര്യങ്ങളൊന്നും അനുമോൾക്ക് അധികം വരുന്നില്ല. പിന്നീട് ഓരോ എപ്പിസോഡ് അനുസരിച്ചാണ് അനുമോളുടെ ഗ്രാഫ് വന്നിരിക്കുന്നത്. അനുമോൾക്ക് ഗ്രാഫ് കുറഞ്ഞിട്ടുണ്ട്, അനുമോൾക്ക് വോട്ട് കിട്ടാതായിട്ട്. ഡെഫിനറ്റ്ലി ബ്രോ. ബിക്കോസ് എന്താ വെച്ചാൽ അനീഷ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അനുമോളുടെ ഗ്രാഫ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ചെറിയ ഗ്രാഫ് ഉണ്ട്, ഞാൻ വലിയ ഗ്രാഫ് എന്ന് ഞാൻ പറയുന്നില്ല. അതിനുശേഷം ഈ ഫിനാലെ വീക്ക് ആയപ്പോഴേക്കും നല്ല ഭൂരിപക്ഷമായി. എനിക്ക് തോന്നുന്നു നമ്മുടെ തൊപ്പിയും ഹക്കീമും അല്ലെങ്കിൽ നമ്മുടെ വിക്കിത്താക്കൊന്നും വോട്ട് ക്യാൻവാസ് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഭൂരിപക്ഷത്തിൽ അനുമോൾ ജയിച്ചേനെ. കാരണം ഇവരെല്ലാവരും കൂടി 2-2.5 ലക്ഷം വോട്ടാണ് അനീഷിന് വേണ്ടി മറിച്ചത്. അപ്പോൾ ആ ഭൂരിപക്ഷം കൊണ്ട് അനീഷ് കുറച്ചും കൂടി പൊങ്ങി വന്നു. അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഷാനവാസ് ടോപ്പ് 2 ആയനെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ടോപ്പ് 2 ആയനെ. ഈ ആരും വരണ്ട, അച്ഛനമ്മയോട് വീട്ടിൽ നിൽക്കാൻ പറ്റുന്ന ആരും വരണ്ട, ക്രൗഡ് വേണ്ട, അങ്ങനത്തെ ഒരു ഇമേജ് കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ആള് മൊത്തം ക്ലൂലെസ് ആണ്. ആള് കുറേ അതൊക്കെ നോക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്നുണ്ട്, ചെയ്തൊക്കെയാണ് നോക്കുന്നത്. അന്വേഷിച്ച്
ചർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പ്രസക്തമാവുന്നത്, നമ്മളെന്താണ് എന്നുള്ളത് പ്രസക്തമാവുന്ന ചർച്ച വരുന്നത്. എപ്പോഴും രണ്ട് പക്ഷം ഉണ്ടാവും. എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നത് നല്ലതാണെന്നുള്ളത് നമുക്ക് വാദിച്ചിരിക്കാൻ മോശമാണെന്നുള്ളത് വാദിച്ചിരിക്കാം. അതേപോലെ എന്ത് സംഭവിച്ചാലും രണ്ട് വാദം വരണം, വാദം ചർച്ചകളാവണം, ഹെൽത്തി ആയിട്ട് ഡിസ്കഷൻ ആവണം. ലിമിറ്റഡ് ലെവലിൽ പോകാൻ ഹെൽത്തി ഡിസ്കഷൻസിലൂടെ ജനങ്ങൾ മനസ്സിലാക്കണം ഇങ്ങനെ ചർച്ച ചെയ്യാൻ പാടില്ല. അവിടെ കാണുന്ന അവിടെ ഓരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളത് മനസ്സിലാക്കി അവർ അവർ റിയൽ ലൈഫിൽ ചെയ്യാതിരിക്കാൻ ബിഗ് ബോസിൽ കണ്ണാടി വരെ ഉണ്ടാക്കണം പറയും. അപ്പോൾ ആ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ എന്താ പറയുക, ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്ന ഓരോ വ്യക്തികൾ ചെയ്യുന്ന പ്രവർത്തികൾ റിലേറ്റ് ചെയ്യാൻ ഈ PR ആയിട്ട് 1 ലക്ഷം രൂപയാണ് പറഞ്ഞിരുന്നത്. 50,000 കൊടുത്തു, 50,000 ബാക്കിയുള്ളതാണ് അനുമോൾ പറഞ്ഞത്. കള്ളം പറഞ്ഞു. അപ്പോൾ ആകെ എനിക്ക് തന്നത് ഞാൻ കാണിച്ചതാണ്. അപ്പൊ അതിന് കള്ളം പറഞ്ഞാണോ? ആ കള്ളം പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കാശ് വാങ്ങി ഞാൻ നമ്പർ ഹൈഡ് ചെയ്യുന്നുണ്ട്. അനുമോൾ ആകെ തന്ന കാശാണ് കേട്ടോ പോകുന്നതിന് മുമ്പ്. ലക്ഷം കണ്ടോ?